ഹെഡിങ് കൊടുക്കുക ഗാൽവാനിക് സെൽ. സോ എന്താണ് ഒരു ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഗാൽവാനിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച സെൽ ഏതായിരുന്നു? ഒന്ന് പറഞ്ഞേ. തൊട്ട് മുമ്പ് പഠിച്ച സെൽ ഏതായിരുന്നു? ഇലക്ട്രോലിറ്റിക് സെൽ അല്ലേ. അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരുന്നു? നമ്മൾ എന്താ അവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തേ? മറന്നുപോയോ? ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു അല്ലേ. നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്താ കിട്ടിയേ? കെമിക്കൽ എനർജി കിട്ടി. സോ ഇവിടെ നേരെ തിരിച്ചാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നൊരു സെല്ലായിട്ട് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ കൊടുക്കുന്ന എന്താണ് അവിടെ, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നത് എന്താണ്? കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. നോട്ട് ചെയ്ത് വെച്ചോ. കെമിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്ന സെല്ലിന് വിളിക്കുന്ന പേരാണെന്ത്? ഗാൽവാനിക് സെല്ല്. ഈ ഗാൽവാനിക് സെല്ലിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. എന്താണ്? ഡാനിയൽ സെൽ. നമ്മൾ ഈ പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എല്ലാം പോകുന്ന ആര് വെച്ചിട്ടാണ്? ഡാനിയൽ സെൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. അവിടെ എന്ത് ചെയ്യും? കെമിക്കൽ എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അങ്ങനെ മാറുന്ന സെല്ലിനെ വിളിക്കുന്ന പേര് ഗാൽവാനിക് സെൽ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണെന്ത്? ഡാനിയൽ സെൽ. നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയായിരിക്കും? ഡാനിയൽ സെല്ലിനെ പറ്റിയായിരിക്കും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. എന്താണ്? സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പോൾ അറിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്? സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നാൽ എന്താണ്? സ്വന്തമായി നടക്കുന്ന പ്രോസസ്സ് ആണോ അല്ലേ? സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തിൻ്റെ ആവശ്യമില്ല? ഒരു എക്സ്റ്റേണൽ എനർജിയുടെ ആവശ്യമില്ല. സ്വന്തം എനർജി ഉപയോഗിച്ചായിരിക്കും അവിടെ പ്രോസസ്സ് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഇലക്ട്രോലിറ്റിക് സെല്ലിനെ നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സ്റ്റേണൽ എനർജി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതെന്ത് ചെയ്തോളും? സ്വന്തമായിട്ട് നടന്നോളും. സോ അവിടെ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വെരി ഗുഡ്. എന്താണ്? നെഗറ്റീവ് ആയിരിക്കും എന്താ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഇവിടെ നമുക്ക് കാര്യങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? ഡാനിയൽ സെല്ലിലോട്ട് പോവാം. ഓക്കെ, ആദ്യം നമുക്ക് എന്താ ഇവിടെ നടക്കുന്നതെന്ന് നോക്കാം. സോ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ മുമ്പ് അടിച്ച സെല്ല് പോലെ ഇവിടെ എന്തുണ്ട്? ഒരു ബീക്കറുണ്ട്. ഒരു ബീക്കർ കാണും. അപ്പോൾ ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീക്കറിനകത്ത് നമ്മൾ എന്തെടുക്കും? ഒരു സൊല്യൂഷൻ എടുക്കും. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ CuSO4 സൊല്യൂഷൻ എടുത്തെന്ന് വിചാരിക്കും. എന്താണ്? CuSO4. ഈ CuSO4ൻ്റെ കളർ എന്താണെന്നറിയാവോ? കോപ്പർ സൾഫേറ്റിൻ്റെ കളറ് ബ്ലൂ വിട്രിയോൾ എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഇതിൻ്റെ കളറ്? ബ്ലൂ കളറാണ്. അപ്പോൾ ഈ ബ്ലൂ കളറുള്ള എന്തെടുക്കുകയാണ്? കോപ്പർ സൾഫേറ്റ് കിടക്കുകയാണ്. ഈ കോപ്പർ സൾഫേറ്റിലേക്ക് എന്താ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിങ്കിൻ്റെ റോഡ് കൊണ്ട് വെച്ചു. എന്തുകൊണ്ട് വെച്ചു? ഒരു സിങ്ക് റോഡ് കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സെക്കൻഡ്. എന്താ കൊണ്ട് വെച്ചത്? ഒരു സിങ്ക് റോഡ്. ഓക്കെ, സിങ്കിൻ്റെ റോഡ് ഇങ്ങനെ കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കും. നമ്മളതിൻ്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ അങ്ങ് വെയിറ്റ് ചെയ്താൽ മതി. നമ്മളൊന്നും ചെയ്യാതെ കുറേ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സിങ്കിൽ നിന്ന് കുറേ ഭാഗം എന്ത് ചെയ്തേക്കും? അങ്ങ് ദ്രവിച്ചു പോകും. എന്ത് ചെയ്യും? അങ്ങ് ഇല്ലാതാകും. അതുപോലെ തന്നെ ഈ പറയുന്ന സൊല്യൂഷനിൽ നിന്ന് എന്തില്ലാതാവും? ബ്ലൂ കളർ മാഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. എന്താ കാണാൻ പറ്റും? ബ്ലൂ കളറ് മാഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അയണിൻ്റെ ഫില്ലിങ്സ് അല്ലെങ്കിൽ എന്താണ് സിങ്ക് ഇല്ലാതാവുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് കുറേ കോപ്പറിൻ്റെ തരികൾ ഇങ്ങനെ വന്ന് കിടക്കുന്നതും കാണാൻ പറ്റും. ഇത് നടന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ നടക്കുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു നോക്കാൻ പറ്റും. നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഇതിങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒന്ന്, സിങ്കിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യാൻ തുടങ്ങും? സിങ്കിൻ്റെ അളവ് കുറയാനായിട്ട് തുടങ്ങും. ബ്ലൂ കളർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസപ്പിയർ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? ഒരു റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. എന്തുണ്ടാവും? ഒരു റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബീക്കറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഈ പറയുന്ന കണ്ടെയ്നറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ എല്ലാവരും ഉണ്ടോ? അതായത് ഉറങ്ങിയോ? ഉണ്ട്. സോ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? സോ ഇപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ശിവയാണ് ഇങ്ങനെ ഒരു ബീക്കർ എടുത്തിട്ട് അതിനകത്ത് സിങ്ക് റോഡ് മുക്കി വെച്ചിട്ട് കാത്തിരുന്ന വ്യക്തി എന്ന് വിചാരിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ശിവ എന്ത് ചെയ്തു? സിങ്കിൻ്റെ അളവ് കുറയുന്നതായി കണ്ടു, ബ്ലൂ കളർ മാറുന്നതായിട്ട് കണ്ടു, റെഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നതായിട്ട് കണ്ടു, ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കണ്ടു. എന്തായിരിക്കും നിൻ്റെ കൺക്ലൂഷൻ? ഒന്ന് പറഞ്ഞേ. നീ എന്തൊക്കെ ഇത് മനസ്സിലാക്കും? എന്ത് മനസ്സിലാക്കുക അല്ലേ?
പിന്നെ ഇവിടെ പഠിപ്പിച്ചാലും പിടി കിട്ടിയില്ല, അപ്പോഴാണ് ഇനി എന്ത് മനസ്സിലാക്കണം, ഇതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ? കാരണം നമ്മളുടെ എന്തെങ്കിലും എനർജി ഇൻപുട്ട് കൊടുത്തോ ഇല്ലേ? ഒരു എനർജിയും കൊടുത്തിട്ട് സ്വന്തമായിട്ട് നടത്തുന്നതാണ്. സിങ്കിൻ്റെ അളവ് കുറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സിങ്ക് ഓക്സിഡൈസ് ആവുകയാണ്. കാരണം നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്, ഇരുമ്പ് ഓക്സിഡൈസ് ആയിട്ടാണ് എന്തായിട്ട് മാറുന്നത്? തുരുമ്പായിട്ട് മാറുന്നത് അല്ലേ? അപ്പോഴല്ലേ ഇരുമ്പിൻ്റെ ആ ഒരു പുറത്തു നിന്ന് ഭാഗങ്ങൾ ഇളവി പോകുന്നത് ആണോല്ലേടാ? സിമിലർലി സിങ്കിലും എന്ത് പറ്റും? ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് എന്ത് ചെയ്യുകയാണ്? ഓക്സിഡൈസ് ആവുകയാണെന്ന് വെച്ചാൽ ലൂസിങ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? അടുത്ത നമ്മുടെ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ എന്ത് ചെയ്യാണ്? പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? കോപ്പർ റെഡ്യൂസ് ആവുകയാണ് അല്ലേ? കോപ്പർ എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ആവുകയാണ്. അതായത് Cu2+ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കോപ്പറായിട്ട് മാറുന്നുണ്ട്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഈ ബ്രൗൺ ഫില്ലിങ്സ് ആയിട്ട് തറയിൽ വന്ന് കിടക്കുന്നത് കോപ്പറാണെന്ന് പിടികിട്ടി. രണ്ട് കാര്യങ്ങൾ നടന്നു. ഇവിടെ എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു അല്ലേ? ഇവിടെ എന്ത് നടന്നു? റിഡക്ഷൻ നടന്നു. ഓക്സിഡേഷനും റിഡക്ഷനുമായി അപ്പോൾ സെല്ലായി. ഓവറോൾ റിയാക്ഷൻ എന്തായിരിക്കും? ഓവറോൾ റിയാക്ഷനൊക്കെ എഴുതാൻ അറിയാമല്ലോ അല്ലേ? ഓൾറെഡി നമ്മളത് പഠിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇലക്ട്രോൺ കട്ട് ചെയ്ത് പോയാൽ പിന്നെ എന്തുണ്ട്? Zn പ്ലസ് Cu2+ gives Zn2++ Cu ആണോ? ഇതല്ലേ ഇവിടുത്തെ ഓവറോൾ റിയാക്ഷൻ. പ്ലസ് ഇവിടെ എന്തുണ്ട്? ഈ പറയുന്ന ബീക്കർ ഹീറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഉണ്ടോ ഇല്ലേ? ശ്രദ്ധിക്കണേ ആ പോയിന്റ്. സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ട് വരികയാണ്? സൾഫേറ്റിലോട്ട് വരികയാണ്. സിങ്കിൽ നിന്ന് എങ്ങോട്ട് വരികയാണ്? സൊല്യൂഷനിലോട്ട്. ആര് വരികയാണ്? ഇലക്ട്രോൺ വരികയാണ്. സോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ്, പറ. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് എന്താടാ? ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതി. സോ നമ്മളിവിടെ എന്ത് വരുന്നത് കണ്ടു? ഇലക്ട്രിസിറ്റി വരുന്നത് കണ്ടു. സോ ഇപ്പോൾ ഞാനിത് ഒരേ ബീക്കറിൽ സിങ്കിനെയും കോപ്പറിനെയും വെച്ചപ്പോൾ എന്ത് വന്നു? ഇലക്ട്രിസിറ്റി അവിടെ ഫ്ലോ ചെയ്ത് ബീക്കർ ഹീറ്റായി യൂസ്ലെസ് എനർജി ആയിട്ട് പോയി. സോ ഇത് ഞാൻ 2 ബീക്കറിലാണ് വെച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും, എന്നിട്ട് നമ്മളതിനൊരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അതുവഴി എന്ത് ഫ്ലോ ചെയ്യുമായിരുന്നു? ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമായിരുന്നല്ലോ, ആണോ അല്ലേടാ? അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു ഇല്ലേ? നോട്ട് ചെയ്തോ ഇല്ലേ? ഇല്ല. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും വേണ്ട. ഞാൻ പറയുമ്പോൾ ജസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്ത് പോകണ്ടേ? ശരി. അപ്പോൾ ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. ഇത്രയും കാര്യം പിടികിട്ടിയോ? അതിൽ ഈ ആദ്യം പറഞ്ഞ ഭാഗങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾ ഗാൽവാനിക് സെല്ല് ഇതാ ഇത്രയും ഭാഗം നോട്ട് ചെയ്തായിരുന്നോ? അത്രയും മാത്രമേ ഇപ്പോൾ നോട്ട് ചെയ്താൽ മതി. ചെയ്തായിരുന്നോ എല്ലാവരും? ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ഏറ്റവും ബേസിക് ഫോമായിട്ടുള്ള ആരെ പറ്റി പഠിക്കാം? ഡാനിയൽ സെല്ലിനെ പറ്റി പഠിക്കാം. ഹെഡിങ് കൊടുത്തോ, ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ. അപ്പോൾ ഡാനിയൽ സെൽ എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലാണ്. ഇതിന് 2 പകുതികളുണ്ട്. ഇറ്റ് ഹാസ് 2 ഹാഫ്. 2 പകുതി ചേരുന്നതാണ് എന്ത്? ഒരു ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളൊരു സിങ്ക് ഇലക്ട്രോഡിനെ എവിടെ മുക്കി വെച്ചേക്കും? സിങ്ക് സൾഫേറ്റ് മുക്കി വെച്ചേക്കും. ഇവിടെ മുക്കി വെച്ചേക്കും? സിങ്ക് സൾഫേറ്റിൽ മുക്കി വെച്ചേക്കും. ആക്വസ് സൊല്യൂഷനാണ് AQ, ആക്വസ്. അടുത്ത ഹാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോപ്പർ ഇലക്ട്രോഡ് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോപ്പർ ഇലക്ട്രോഡ് കാണും. അത് നമ്മൾ എവിടെ ആയിരിക്കും മുക്കി വെച്ചേക്കുന്നത് പറഞ്ഞേ? CuSO4 ആക്വസ് സൊല്യൂഷനിൽ എന്ത് ചെയ്യും? കണക്ട് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഡിനെ രണ്ടിനെയും, ഈ ഇലക്ട്രോഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണലി കണക്ട് ചെയ്തേക്കും. എന്ത് ചെയ്യും? എക്സ്റ്റേണലി കണക്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നമുക്ക് വർക്കിങ്ങിലോട്ട് പോവാം. ഇത്രയും നോട്ട് ചെയ്തായിരുന്നു എല്ലാവരും? എങ്കിൽ അടുത്ത് നമുക്ക് എഴുതിക്കോ വർക്കിംഗ്.
എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തുണ്ട്, ഒരു ബീക്കറുണ്ട്, മറ്റൊരു ബീക്കറുണ്ട്, വരച്ചോളണം ഇതുപോലെ ബീക്കറുണ്ട്. ഈ ബീക്കറിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സിങ്ക് റോഡിനെ കൊണ്ട് ഡിപ്പ് ചെയ്തു. ആരെ കൊണ്ട് ഡിപ്പ് ചെയ്തു, സിങ്ക് റോഡിനെ കൊണ്ടുവന്ന് ഡിപ്പ് ചെയ്തു. അടുത്തതിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പർ റോഡിനെ കൊണ്ടുവന്ന് ഡിപ്പ് ചെയ്തു. ഇതിനകത്തുള്ളത് എന്താണ്, ഒന്ന് മാർക്ക് ചെയ്ത് പോകാം നമുക്ക്. ഇതിനകത്ത് എന്താ ഉള്ളത്, ZnSO4. അപ്പോൾ ഇതെന്താണ്, ഫസ്റ്റ് ഹാഫാന്ന് മനസ്സിലായി. ഇവിടെ ഒരു റോഡുണ്ട്, അതെന്ത് റോഡാണ്, സിങ്ക് റോഡാണ് അല്ലേ. തൊട്ടിപ്പുറത്ത് എന്തുണ്ട്, CuSO4 കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഇതെന്ത് റോഡാണ്, കോപ്പർ റോഡാണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണലി കണക്റ്റ് ചെയ്യും. എക്സ്റ്റേണലി കണക്ട് ചെയ്ത് ഞാനിവിടെ തൽക്കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ വോൾട്ട് മീറ്റർ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ബൾബ് വയ്ക്കാം. ഞാൻ തൽക്കാലം ഒരു ബൾബ് വെച്ചു എന്ന് വിചാരിക്കുക, കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. എല്ലാവരും ഇത് മാർക്ക് ചെയ്തോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സിങ്ക് ഉണ്ട്, അത് സിങ്ക് സൾഫേറ്റ് ഇരിക്കുകയാണ്. അവിടെ എന്ത് നടക്കും, ഓക്സിഡേഷൻ നടക്കും അല്ലേ. എന്ത് നടക്കും, ഓക്സിഡേഷൻ നടക്കും. ആണോ അല്ലേ, ആണോ അല്ലേടാ. അപ്പോൾ അവിടെ എന്ത് പറ്റും, സിങ്ക് 2 ഇലക്ട്രോൺ ലൂസ് ചെയ്ത് Zn2+ ആവും, പ്ലസ് 2 ഇലക്ട്രോൺ കാണും. ആണോ അല്ലേ. എന്നിട്ട് ശ്രദ്ധിക്കണേ, ആ Zn2+ എങ്ങോട്ട് പോകും, സൊല്യൂഷനിലോട്ട് പോകും. Zn2+, ഞാനീ പറയുന്ന ഓർഡർ നിങ്ങളും വരച്ചു പോയാൽ നിങ്ങൾക്കൊരു സീക്വൻസ് ഓർമ്മ കിട്ടും. Zn2+ എവിടെ പോകും, സൊല്യൂഷനിൽ പോകും. പിന്നെ ഈ ഇലക്ട്രോൺസ് എവിടെ നിൽക്കും, ഇലക്ട്രോഡിൽ നിൽക്കും. ആണോ അല്ലേ. നെക്സ്റ്റ്, ഈ ഇലക്ട്രോൺസ് ഇവിടെ തന്നെ നിൽക്കാതെ എന്ത് ചെയ്യും, ഇതുവഴി ഫ്ലോ ചെയ്ത് ബൾബിനകത്ത് കയറുമ്പോൾ ബൾബ് കത്തും അല്ലേ. ബൾബ് ലൈറ്റ് തരും, കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഫ്ലോ ചെയ്ത് എവിടെ എത്തും, കോപ്പർ ഇലക്ട്രോഡിൽ എത്തും. എവിടെ എത്തും, കോപ്പർ ഇലക്ട്രോഡിൽ എത്തിയോ, എത്തിയില്ലേ, എത്തി. ഇവിടെ വെച്ച് എന്ത് സംഭവിക്കും, ഇവിടെയുള്ള Cu2+, ഇവിടെ ആരുണ്ട്, കോപ്പർ സൾഫേറ്റ് ഇല്ല, ഇവിടെ ആരുണ്ട്, Cu2+ ഉണ്ട്. ഇവരെങ്ങോട്ട് വരും, ഇലക്ട്രോഡിലേക്ക് വരും. വന്നിട്ട് എന്താവും Cu2+, 2 ഇലക്ട്രോൺ വാങ്ങിയിട്ട് എന്തായിട്ട് മാറും, Cu ആയിട്ട് മാറും. മാറൂലേ, മാറുമോ, മാറില്ലയോ, മാറും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, Cuവും കിട്ടി. സോ ഈ പറയുന്ന റിയാക്ഷൻ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ബൾബ് കത്തുന്നു. ഇവിടെ സിങ്കിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നു അല്ലേ. ഓരോ തവണയും ഓരോ സിങ്ക് വെച്ച് പോകുന്നു. ഇവിടെ സിങ്ക് കൂടിക്കൂടി വരുന്നു. ഇവിടെ കോപ്പർ സൾഫേറ്റ്, കോപ്പർ അയോൺസ് പോകുമ്പോൾ ഇവിടെ ആരുണ്ട്, SO4- ബാക്കിയുള്ളൂ. അങ്ങനെ SO4- ഇവിടെ കൂടി വരുന്നു. സർക്യൂട്ട് ലൈറ്റ് കത്തി വരുന്നു. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും, അങ്ങനെ ഒരു 2-3 മിനിറ്റ് ആവുമ്പോഴേക്കും എന്ത് പറ്റും, ബൾബ് ഗ്ലോ ചെയ്യുന്നത് നിൽക്കും. എന്ത് ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യുന്നത് നിൽക്കും. ഓക്കെ ആണോ, ഇത്രയും പറഞ്ഞ കാര്യം പിടി കിട്ടിയോ എല്ലാവർക്കും. ഒരു ഡാനിയൽ സെൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്, നമ്മളൊന്നും കൊടുക്കണ്ട. നമ്മളൊരു സൊല്യൂഷനിലേക്ക് അതിൻ്റെ തന്നെ ഒരു ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു, സിങ്ക് റോഡിനെടുത്ത് കോപ്പർ സൾഫേറ്റ് വെച്ചപ്പോൾ കണ്ടത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിനെ 2 ബീക്കറിലേക്ക് മാറ്റി. എന്നിട്ട് ഞാൻ എന്തെന്ന് വിളിച്ചു, ഡാനിയൽ സെല്ലെന്ന് വിളിച്ചു. ആ ഡാനിയൽ സെല്ല് 2 പകുതിയുണ്ട്. ഒരു സ്ഥലത്ത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് അല്ലേ. എവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് പറഞ്ഞേ, സിങ്കിൻ്റെ ഭാഗത്താണോ കോപ്പറിൻ്റെ ഭാഗത്താണോ ഓക്സിഡേഷൻ നടക്കുന്നത്? അപ്പോൾ ഇതാണെന്ത്, ഓക്സിഡേഷൻ ഹാഫ് അല്ലേ. അപ്പോൾ ഇതായിരിക്കും എന്ത്, റിഡക്ഷൻ ഹാഫ്. ആണോ അല്ലേ. സോ നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻസ് ഒന്ന് എഴുതാം. എന്താണ്, Zn
gives Zn2 plus 2 ഇലക്ട്രോൺ. അതുപോലെ എന്താണ് Cu2 plus 2 ഇലക്ട്രോൺ gives Cu. അങ്ങനെയാണെങ്കിൽ ഓവറോൾ റിയാക്ഷൻ പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ കട്ടായി പോകും. പിന്നെ എന്തുണ്ട്? Zn plus Cu2 plus gives Zn2 plus Cu ആണോ അല്ലേ? അപ്പോൾ ഇതാണ് ഓവറോൾ റിയാക്ഷൻ ചോദിച്ചാൽ മാർക്ക് ചെയ്ത് വെക്കണം. ഇതാണെന്ത്? ഓവറോൾ റിയാക്ഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോടാ? ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, ഇത്ര നോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ, എവിടെയാണ് നടക്കുന്നത്? എന്താണ് റിഡക്ഷൻ, എവിടെയാണ് നടക്കുന്നത്? വർക്കിംഗ് എന്താണെന്നുള്ള കാര്യം സെറ്റല്ലേ? ഓർത്ത് വെച്ചേക്കാൻ പറ്റത്തില്ലേ? പറ്റുമോ? പറ്റില്ലേ? കുഴപ്പമില്ലല്ലോ. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ സെല്ലിനൊന്ന് റെപ്രസെൻ്റ് ചെയ്തേ. നിങ്ങൾ ഈ സെല്ലിന് നമ്മൾ പഠിച്ച പോലെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ച്. ഓർമ്മയുണ്ടോ 2 വരയൊക്കെ വരച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യം? റെപ്രസെൻറ്റേഷൻ ഓഫ് എ സെൽ ഒന്ന് ചെയ്ത് കാണിക്കുക എല്ലാവരും. പെട്ടെന്ന് അറിയാവോ? അറിഞ്ഞൂടെ? അറിയാമോ? അറിയില്ലയോ? എടാ അറിയാവോ? അറിഞ്ഞൂടെ? അറിഞ്ഞൂടെങ്കിൽ ഞാൻ തന്നെ ചെയ്യാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സെൽ റെപ്രസെൻറ്റേഷൻ. ഞാൻ സെൽ റെപ്രസെൻറ്റേഷൻ പഠിപ്പിച്ചപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ ആരെഴുതും? ആനോഡ്. അത് കഴിഞ്ഞ് ആനോഡ് പ്രോഡക്റ്റ് 2 ലൈൻ കാഥോഡ് പ്രോഡക്റ്റ് ബൈ കാഥോഡ്. ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നോട്ടൊക്കെ എടുത്ത് മറിച്ച് നോക്ക്. ഇവിടെ ആനോഡ് ആരാ? സിങ്ക്. ആനോഡിൽ നമുക്ക് എന്ത് കിട്ടി? Zn2 പ്ലസ് കിട്ടി. 2 ലൈൻ കോപ്പറിൽ നിന്ന് അല്ലെങ്കിൽ റിഡക്ഷൻ ഹാഫിൽ നിന്ന് കിട്ടി പ്രൊഡക്റ്റ് ഏതാ? Cu2 പ്ലസ്. ഇലക്ട്രോഡ് ഏതാ? Cu. സോ ഇതാണ് എന്ത്? ഇവിടുത്തെ സെൽ റെപ്രസെൻറ്റേഷൻ. ബെസ്റ്റ് ടീം തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഇതാണെന്ത്? സെൽ റെപ്രസെൻറ്റേഷൻ. എഴുതി വെച്ചു. ഇത് എന്തിനാണ് പിന്നെ ഞാൻ മെനക്കെട്ടിരുന്നത് ഇത്രയും പറഞ്ഞ? ആ ബേസ് സ്ട്രോങ് ആയ ഇനിയുള്ള എല്ലാം സത്യം പറഞ്ഞാൽ ഇനിയാണ് നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അതിന് മുമ്പാണ് ആ ബേസ് അത്രയും പറഞ്ഞു തന്നെ. ആ ക്ലാസ്സിൻ്റെ ഒക്കെ വീഡിയോസ് എന്തുണ്ട്? ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്യുക? പോയി ഒന്നുകൂടെ കാണുക. കേട്ടല്ല? ഓവറോൾ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റെപ്രസെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. ഡൈനാമിക് സെല്ലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. കുഴപ്പമില്ലല്ലോ? ഇത്രയും കാര്യം ഓക്കെയാണോ? നോട്ട് ചെയ്തോ എല്ലാവരും? സോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞൊരു പ്രശ്നം എന്തായിരുന്നടാ? ഈ സെല്ല് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര സമയത്തേക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ? ഒരു 2-3 മിനിറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ബീക്കറുണ്ട്. ബീക്കറിൽ എന്തുണ്ട്? Zn. എൻ്റെ ഒപ്പം പറഞ്ഞു പോ. SO4 ഉണ്ട്. എന്ത് ഇലക്ട്രോഡുണ്ട്? ഒരു സിങ്ക് ഇലക്ട്രോഡുണ്ട്. ഇവിടെ ആണെങ്കിലോ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. കോപ്പർ ഇലക്ട്രോഡുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്താൽ നമ്മൾ കണ്ട കാര്യം എന്തായിരുന്നു? ഇവിടെയുള്ള സിങ്ക് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ആകും. അത് Zn2 പ്ലസ് 2 ഇലക്ട്രോണായിട്ട് മാറും. ആ സിങ്ക് 2+ എങ്ങോട്ട് വരും? സൊല്യൂഷനിലോട്ട് വരും. ആണോ അല്ലേടാ? ഇലക്ട്രോഡിനകത്ത് എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. ആനോഡിൽ എന്തുണ്ടാവും? ഇലക്ട്രോഡ് ഉണ്ടാവും. അത് കറണ്ട് സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്ത് എവിടെ എത്തും? ഫ്ലോ ചെയ്ത് കോപ്പറിലെത്തും. ഇവിടെ അപ്പോൾ എന്ത് നടന്നിട്ടുണ്ടായിരിക്കും? Cu2+ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ഈ Cu2+ എങ്ങോട്ട് പോവും? ഇലക്ട്രോഡിലോട്ട് പോവും. എന്നിട്ട് വന്ന് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും? കോപ്പറായിട്ട് മാറും. പക്ഷേ ഈ റിയാക്ഷൻ കുറച്ച് സമയം കഴിയുമ്പോൾ ശ്രദ്ധിക്കണേ. ഈ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ കാര്യം. ഇവിടെ ആര് വരുന്നോടാ? ഇവിടെ ആരാ വരുന്നത്?
2+ ആണോ അല്ലേ? ആദ്യം വന്നു, രണ്ടാമത് വന്നു, വീണ്ടും വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആനോഡ് ഹാഫിലെ സിങ്കിൻ്റെ കോൺസെൻട്രേഷൻ കൂടി Zn2+ൻ്റെ ആണോ അല്ലേ? അതുപോലെ അപ്പുറത്ത് Cu2+ പോയി കോപ്പറായിട്ട് മാറി അല്ലേ? Cu2+ പോയി എന്തായിട്ട് മാറി? കോപ്പറായിട്ട് മാറി. അപ്പോൾ സൊല്യൂഷനിൽ ബാക്കി ആരുണ്ടായിരിക്കും? CuSO4ൽ ബാക്കി ആരുണ്ടാവും? Cu പോയി, പിന്നെ ആരുണ്ട് അവിടെ? ആരുണ്ട്? SO4 ഉണ്ട്. എന്തുണ്ട്? SO4- ഉണ്ട്. അപ്പോൾ ഇവിടെ സൊല്യൂഷനിൽ കുറച്ച് സമയം നമ്മൾ ഈ 3 മിനിറ്റൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബീക്കറിൽ സിങ്ക് അയോണിൻ്റെയും സെക്കൻഡ് ബീക്കറിൽ സൾഫേറ്റ് അയോണിൻ്റെയും കോൺസെൻട്രേഷൻ കൂടി. ഒന്ന് നോക്കിയടാ, ഇവിടെ മൊത്തം പോസിറ്റീവ് അല്ലേ? ബീക്കറിനകത്ത് മൊത്തം പോസിറ്റീവ്, ഇലക്ട്രോഡിൽ ഇപ്പം നെഗറ്റീവ് ആണോ അല്ലേ? നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ എന്തുണ്ട്? അട്രാക്ഷൻ ഉണ്ട്. ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പോകാൻ ഇവന്മാർ സമ്മതിക്കുമോ? ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പോകാൻ സമ്മതിക്കുമോ ഇവന്മാരിനെ? ഇല്ല, കാരണം ഇവർക്ക് വേണം ഇവൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ നിന്നെ വിടൂലെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചേക്കുകയാണ്. അതേ പ്രശ്നം ഇപ്പുറത്ത് നോക്കിയേ, ഇവിടെ മൊത്തം SO4-, ഈ വരുന്നവൻ നെഗറ്റീവാണല്ലേ? സെയിം ചാർജ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും ആണോ അല്ലേ? അപ്പോൾ ഇവനെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. എന്ത് ചെയ്യത്തില്ല? ഇവനെ ഇങ്ങോട്ട് വരാനായിട്ട് ഇവർ സമ്മതിക്കില്ല, പിടിച്ചു വയ്ക്കും. നീ വരണ്ടെന്ന് പറയൂലേ? പറയും. സോ ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ സിങ്കിൻ്റെ കോൺസെൻട്രേഷനും സെക്കൻഡ് ഹാഫിൽ സൾഫേറ്റ് അയോണിൻ്റെ കോൺസെൻട്രേഷനും കൂടുന്ന കാരണം എന്ത് പറ്റും? ഈ പറയുന്ന സെൽ റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. ഈ പറയുന്ന സെൽ റിയാക്ഷൻ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് എന്ത് വേണം? വീണ്ടും സെല്ല് വർക്ക് ചെയ്യിക്കണം. വേണോ വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരാളുടെ പേരാണ് എന്ത്? സോൾട്ട് ബ്രിഡ്ജ്. എന്താണ്? സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, എന്തുവാണ്? സോൾട്ട് ബ്രിഡ്ജ്. ഇതുവരെ പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടക്ടിവിറ്റി, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് വളരെ സിമ്പിളാണ്. ഇന്നത്തെ ക്ലാസ് മാത്രം മതി, അല്ല എങ്കിൽ ഇത് കാണാതെ പഠിച്ചാൽ തീരത്തില്ല. സോ എന്ത് ചെയ്യുന്നു? നമുക്കിവിടുന്ന് ഇലക്ട്രോൺ ഫ്ലോ സ്റ്റോപ്പായത് കാരണം വീണ്ടും എന്ത് ചെയ്യണം? ഇത് മാറ്റിക്കണം. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവരുന്നതാണ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ഇനി എന്താണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് നമുക്ക് നോക്കാം. സോൾട്ട് ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് യൂട്യൂബാണ്. എന്താണ്? ഒരു ഇൻവേർട്ടഡ് യൂട്യൂബാണ്. വീഡിയോ കാണുന്ന യൂട്യൂബ് അല്ല, വേറെ യൂട്യൂബാണ്. എന്താണ്? ഒരു ഇൻവേർട്ടഡ് യൂട്യൂബാണ്. എങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ ഇവിടെ ഒരു ഹോളുണ്ടാവും, ഇത് ഇങ്ങനെ വരും, ഇവിടെ ഒരു ഹോളുണ്ടാവും, ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സാധനം. ഇതാണ് എന്ത് പറയടാ? സോൾട്ട് ബ്രിഡ്ജ്. ഈ സോൾട്ട് ബ്രിഡ്ജ് നമ്മളിങ്ങനെ എടുക്കും. ഇതിനകത്ത് നമ്മൾ എന്ത് ഫില്ല് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യും. ഒരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ഫില്ല് ചെയ്യും. ഓക്കെ ആണോ? എന്നിട്ട് ഇതിനെ ഫില്ല് ചെയ്യുന്നത് എന്ത് ഫോമിലാണ്? ജെൽ ഫോമിലാണ്. എന്ത് ഫോമിലാണ്? ജെല്ലിൻ്റെ രൂപത്തിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ജെല്ലല്ലാതെ വെള്ളമാണെങ്കിൽ ഒലിച്ചിങ്ങോട്ട് ഇറങ്ങി പോകത്തില്ലായിരുന്നോ അല്ലേ? സോ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ജെൽ ഫോമിൽ എന്ത് ചെയ്തു? ഒരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റിനെ ഇതിനകത്ത് നിറച്ച് വെച്ചു. എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, പൊട്ടാസ്യം ക്ലോറൈഡ് എന്ത് ചെയ്തു? ഇവിടെ ഞാൻ സോൾട്ട് ബ്രിഡ്ജിൽ ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഫില്ല് ചെയ്തു. കുഴപ്പമുണ്ടോ? പിന്നെ താരൊക്കെയുണ്ട്? K+ ഉണ്ട്, Cl- ഉണ്ട് അല്ലേ? സോ ഇനി ഇവരെന്താ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. പിന്നെയും നമ്മൾ പഴയ കേസിലോട്ട് വരികയാണ്. ആനോഡ് എന്ത് സംഭവിക്കും? Zn ഓക്സിഡൈസ് ആയിട്ട് Zn2+ +2 ഇലക്ട്രോണായിട്ട് മാറും. ഇലക്ട്രോൺ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടേക്ക് ആര് വരികയാണ്? Zn2+ വരികയാണ്. ആര് വരികയാണ്? Zn2+ വരികയാണ് അല്ലേ? ആണോ അല്ലേടാ? ആണ്. സോ ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പ്രശ്നം എന്തായിരുന്നു? Zn2+ൻ്റെ അളവ് ഇവിടെ കൂടുന്നതായിരുന്നല്ലേ പ്രശ്നം. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ സോൾട്ട് ബ്രിഡ്ജിനകത്ത് നിന്ന് ആര് വരും? ഒരു
Cl2 മൈനസ് വരും, എന്ത് ചെയ്യും, അല്ലെങ്കിൽ 2Cl മൈനസ് വരും. അപ്പോൾ അവന് ഇവനും കൂടി എന്ത് ചെയ്യും, അങ്ങോട്ട് ന്യൂട്രലായി പോവും. ആവൂലേ? പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രൽ ആവും. സെയിം കേസ് ഇവിടെയും വരും. ഇവിടെ എന്താ നടക്കുന്നത്, Cu2 പ്ലസ് 2 ഇലക്ട്രോൺ വാങ്ങിച്ച് Cu ആയിട്ട് പോകും. അപ്പോൾ ആരുണ്ടാവും, ബാക്കി SO4 മൈനസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു K പ്ലസ് വരും. ആര് വരും, K പ്ലസ് വരും. അപ്പോൾ ഈ K പ്ലസും SO4 കൂടി എന്താവും, ന്യൂട്രലായി മാറും. എന്തായിട്ട് മാറും, ന്യൂട്രലായിട്ട് മാറും. അപ്പോൾ സൊല്യൂഷൻ എന്താവത്തില്ല, നേരത്തെ പറഞ്ഞ പോലെ എന്താവില്ലടാ, ഈ പറയുന്ന ചാർജ് കൊണ്ട് കളക്ഷൻ ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഈ ചാർജ് കൊണ്ട് ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേര് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ്. എന്താണ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞല്ലേ, ഈ ബീക്കറിനകത്ത് Zn2+ അളവ് കൂടുന്നു, ഈ ബീക്കറിനകത്ത് SO4 മൈനസ് കൂടുന്നു. അപ്പോൾ എന്ത് പറ്റും, ഇവിടുന്ന് ഇലക്ട്രോണ് പോകാനും സമ്മതിക്കത്തില്ല, ഇങ്ങോട്ട് വരാനും സമ്മതിക്കാത്ത അവസ്ഥ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ഈ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഇല്ലാതാക്കാൻ ആര് സഹായിക്കും, സോൾട്ട് ബ്രിഡ്ജ് സഹായിക്കും. ആര് സഹായിക്കും, സോൾട്ട് ബ്രിഡ്ജ് സഹായിക്കും. ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ, ഈ സോൾട്ട് ബ്രിഡ്ജ് പറഞ്ഞ കാര്യം? ഇത് നോട്ട് ചെയ്തിട്ടുണ്ടോയെന്ന്? ശരി, അപ്പോൾ നമുക്ക് പറയാം, സോൾട്ട് ബ്രിഡ്ജ് വന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ, എല്ലാവർക്കും പിടികിട്ടിയോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? സോ കാര്യം വളരെ സിമ്പിളായിരുന്നു. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിനകത്ത് മനസ്സിലാകാതിരിക്കേണ്ട കാര്യമില്ല അല്ലേ, എല്ലാം സിമ്പിളായ കാര്യമാണ്. ഡയനൽ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് വെച്ചാൽ എന്താണ്, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അവിടെ എന്തുണ്ടാവും, ലെഫ്റ്റ് ഭാഗം ഉണ്ടാവും, ഒരു റൈറ്റ് ഭാഗം ഉണ്ടാവും. ഇനി ഒരു കാര്യം കൂടെ, ഈ റിയാക്ഷനിൽ എല്ലാവരും ഇവിടെ നോക്കി നോട്ട് ചെയ്ത് വെച്ചോളണേ. നിങ്ങളിപ്പോൾ ഏതാ എഴുതിയിരിക്കണം, സോൾട്ട് ബ്രിഡ്ജിൻ്റെ പോയിന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണോ? എന്നാലേ അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് അങ്ങ് എഴുതി വെച്ചു. ഒന്ന്, എന്താണ് സോൾട്ട് ബ്രിഡ്ജ്? ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ്. ഇറ്റ് ഈസ് എ യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ് ആണെന്നറിയാം. filled with jelly like മെറ്റീരിയൽ. സാധാരണ അഗർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നോട്ട്ബുക്കിൽ ഞാൻ PDF തരാം, തൽക്കാലം ഇത് എഴുതണ്ട. എന്ത് കാണും, ഫിൽഡ് വിത്ത് KCl or KNO3 എക്സെട്ര. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമിറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ electrode solution without mixing. അതായത് ഇവിടെ ഉണ്ടായിരുന്ന Zn2+ ഇപ്പുറത്തെ SO4- ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ സിമ്പിളായിരുന്നു. പക്ഷേ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യാതെ കോൺടാക്റ്റ് ആയിട്ട് വരുന്നതാണ് എന്താ ഒരു സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻ ദ electrical neutrality by എങ്ങനെ മാറ്റുന്നത്, by intermigration of ions, അങ്ങനെ എന്ത് ചെയ്യും, ഇറ്റ് റെഡ്യൂസ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. വേണമെന്ന് ഒരു പോയിട്ട് കൂടി പറയാം. സോൾട്ട് ബ്രിഡ്ജ് പ്രൊവൈഡ് sufficient amount of
cation and anion to replace lost ions. ഇത്രയും കാര്യം നോട്ട് ചെയ്തോടാ എല്ലാവരും. ഇതുവരെ പറഞ്ഞ കാര്യം പിടികിട്ടിയോ എല്ലാവർക്കും? പറ. സോൾട്ട് ബ്രിഡ്ജ് ഷോർട്ട് ഫോം ആയിരുന്നടാ. ഇനി എല്ലാവരും ഇവിടെ നോക്കിയേ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയാം എല്ലാവരും. എല്ലാവരും പറയടാ. സോറി, ആനോഡ് അല്ലല്ലോ, ഫസ്റ്റ് ഹാഫ്. ഇതാണ് ഫസ്റ്റ് ഹാഫ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ പറയാം. എന്താണ്? ഇത് തന്നെയാണോ? ആണോ അല്ലേ? സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞേ. പറ. സി യു കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാൻ പോകുന്നത്. സൊല്യൂഷനിലേക്ക് ആര് വന്നു? Zn2+ വന്നു. ഈ ഇലക്ട്രോണിൽ ഇപ്പോൾ ആരിയ്ക്കുകയാണ്? ഇലക്ട്രോൺ ഇരിക്കുകയാണ്. ഇലക്ട്രോൺ ഇരിപ്പുണ്ടെങ്കിൽ ഇവൻ എന്തായിരിക്കും? നെഗറ്റീവ് ടെർമിനൽ അല്ലേ? ആണോ അല്ലേ? ആണ്. അപ്പോൾ ഇവൻ നെഗറ്റീവ് ആകുമ്പോൾ ഇവൻ എന്തായിരിക്കും? എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. ഇനി തൊട്ട് മുമ്പ് പഠിച്ച സെല്ലൊന്ന് ആലോചിച്ച് നോക്ക്. ഇലക്ട്രോലിറ്റിക് സെല്ല്. അവിടെ ആനോഡിൻ്റെ ചാർജ് എന്തായിരുന്നു? ഇവിടെ ആനോഡിൻ്റെ ചാർജ് ഏതായിരിക്കും? അതിനാദ്യം ആനോഡ് എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് ആനോഡ്? എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലേ? അതിനാണ് ഞാൻ എന്നാൽ ബേസ് ക്ലാസ് 2 ദിവസം ബേസും പറഞ്ഞുകൊണ്ടിരുന്നത്. ആനോഡ് എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത്. ഇതല്ലേടാ ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ ഉള്ളവനല്ലേടാ ആനോഡ്. അപ്പോൾ ഇവിടുത്തെ ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേടാ? നെഗറ്റീവാണ്. ഇനി അടുത്ത് ഏതായിരിക്കും? കാഥോഡ്. എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അല്ലേ? എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അവൻ കാഥോഡ്. അപ്പോൾ എങ്ങനത്തെ കേസിൽ ഇവിടുത്തെ കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എവിടെ? ഇലക്ട്രോലൈറ്റിൻ്റെ അല്ലെ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എവിടെ? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നത്. സോ ഇത് ഓർത്ത് വയ്ക്കാനൊരു വേർഡുണ്ട്, LOAN. എഴുതി വെച്ചോ, LOAN എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓക്സിഡേഷൻ നടക്കുന്നു അല്ലേ? അതാണ് നമ്മുടെ ആനോഡ്. അതാണ് ഇവിടുത്തെ നെഗറ്റീവ് ടെർമിനൽ. ഓർത്ത് വെച്ചു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അതാണ് ആനോഡ്, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ. ഓക്കെ അല്ലേ പറഞ്ഞ കാര്യം? അപ്പോൾ ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു 2 മിനിറ്റ് സമയമുണ്ട്, ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്, കേട്ടിരിക്കുക. നമ്മൾ പറഞ്ഞത് ആരെ പറ്റിയാണ്? എല്ലാവരും ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആരെ പറ്റിയാണ്? ഗാൽവാനിക് സെല്ലിനെ പറ്റിയാണ്. എന്താണ് ഗാൽവാനിക് സെല്ല്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണമാണ് ഗാൽവാനിക് സെല്ല്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ആര്? ഡാനിയൽ സെല്ല്. നമ്മൾ പറയാൻ പോകുന്ന ആരെ പറ്റിയാണ്? ഡാനിയൽ സെല്ലിനെ പറ്റിയാണ്. അതിന് 2 ഹാഫ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ എന്തുണ്ടായിരിക്കും? ഒരു ബീക്കറിനകത്ത് സിങ്ക് സൾഫേറ്റും സിങ്ക് റോഡും കാണും. സെക്കൻഡ് ഹാഫ് ബീക്കറിനകത്ത് കോപ്പർ സൾഫേറ്റും കോപ്പർ ഇലക്ട്രോഡും കാണും. ഇത് നമ്മൾ എക്സ്റ്റേണലി എന്ത് ചെയ്യുന്നു? ഒരു വയർ വെച്ച് കണക്ട് ചെയ്തപ്പോൾ കണ്ട കാര്യം, സിങ്കിൽ നിന്ന് Zn2+ഉം 2 ഇലക്ട്രോണും മാറും.
ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇതുവഴി കയറി അപ്പുറത്തേക്ക് പോവും. അപ്പോൾ അവിടുത്തെ CuSO4 Cu2+ഉം SO4ഉം സെപ്പറേറ്റ് ആയിരിക്കും. ആ Cu എന്ത് ചെയ്യും? ഈ വരുന്ന ഇലക്ട്രോണുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറും? Cu2+ പ്ലസ് Cu2+ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ് Cu. അങ്ങനെ ഇവിടുത്തെ കോപ്പർ നമുക്ക് കിട്ടും. ആണോ അല്ലേ? പക്ഷേ ഈ റിയാക്ഷൻ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നടന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. കാരണം ഇവിടെ Zn2+ൻ്റെയും തൊട്ടപ്പുറത്ത് SO4 കോൺസെൻട്രേഷൻ കൂടുന്ന കാരണം അവിടെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ? എന്തുണ്ടാവും? ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് ഫ്ലോ പിന്നെ അങ്ങോട്ട് നടക്കാനായിട്ട് സമ്മതിക്കാതെ വരും. അപ്പോൾ നമ്മൾ അത് നടത്താൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവരും. അവനാണ് ആര്? സോൾട്ട് ബ്രിഡ്ജ് കൊണ്ടുവരും. സോൾട്ട് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഈ പറയുന്ന 2 സൊല്യൂഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്നു, പക്ഷേ തമ്മിൽ മിക്സ് ചെയ്യാതെയാണ് കണക്ട് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ജെൽ ലൈക്ക് മെറ്റീരിയലാണ് ഉള്ളത്, അഗർ. അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഒരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള KCl എന്തോലും കാണും. അപ്പോൾ ഇവിടെ Zn2+ വരുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് Cl- വന്ന് ഇവിടെ ന്യൂട്രലൈസ് ആവും. SO4 2- റീപ്ലേസ് ചെയ്യാനായിട്ട് എന്ത് വരും? K+ വരും. അങ്ങനെ ഇക്വേഷനിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? സൊല്യൂഷനെ ഇലക്ട്രിക്കലി ന്യൂട്രലാക്കി നിർത്താൻ ആര് സഹായിക്കും? സോൾട്ട് ബ്രിഡ്ജ് സഹായിക്കും. ഇനി സെല്ലിനെ പറ്റി പറയുമ്പോൾ സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ, അതുപോലെ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓർത്ത് വയ്ക്കണം. അതിനൊരു കോഡുണ്ട് LOAN. എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ്, അത് ആനോഡാണ്, അതാണ് നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, തിരിഞ്ഞു പോകത്തില്ലല്ലോ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പഠിച്ചത്, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പഠിച്ചത്. ശരിയാണല്ലോ? സോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ എന്ത് പഠിക്കും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിക്കും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിക്കും. ഓക്കെ.